നമസ്കാരം. നമ്മുടെ വണ്ടി ഒന്നും പരിശോധിക്കുന്നില്ലേ? അത് ഞങ്ങൾ നോക്കുന്നുണ്ട് സാറേ, പക്കയത്. എനിക്ക് അഭിമാനം ഇവരോടൊപ്പം ഫോട്ടോ എടുക്കാം. എന്റെ ഒരു ഷാർജ ആണെന്ന് കുടിക്കുന്നത്, അതോ എന്താ ഭക്ഷണം കഴിക്കുന്ന? നിങ്ങൾ എന്താ അവിടെ നിൽക്കുന്നേ? ഹലോ, നിങ്ങൾ എന്താ മക്കളെ ഇതാഞ്ഞു വന്നേ? അതുകൊണ്ടാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. ഞങ്ങൾ നിർത്തിയിട്ട് മൊബൈൽ ഫോൺ താഴെ വെക്കുന്നില്ല, അന്നേരം വെച്ചോണ്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. താങ്കൾ മാത്രം വണ്ടി ഓടിച്ചാൽ മാത്രം പോരാല്ലോ. ലൈസൻസ് സസ്പെൻഡ് ആവും. ലൈസൻസ് ഉണ്ടോ? നമസ്കാരം. നമ്മുടെ വണ്ടി ഒന്നും പരിശോധിക്കുന്നില്ലേ? അത് ഞങ്ങൾ നോക്കുന്നുണ്ട് സാറേ, പക്കയത്. ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്. നോക്കുന്നുണ്ട്. ഞാൻ അവിടുത്തെ ബാക്കിയുള്ളവരുടെ ഒക്കെ ഇങ്ങനെ പരിശോധിച്ചോണ്ട് അറിയാതെ തന്നെ ഞങ്ങൾ മൊബൈൽ ചെക്ക് ചെയ്യുന്നു. അതുകൊണ്ട് നേരത്തെ രണ്ടുപേരെ ഒന്ന് അഭിനന്ദിക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ കാണാൻ കഴിഞ്ഞില്ല. തിരുവനന്തപുരത്തായിരുന്നു അറിയാൻ കഴിയും. അപ്പോ എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും. സാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞങ്ങൾ കണ്ടിരുന്നു. അത് കാണാത്തോണ്ട് ഇട്ടാ, അല്ലെങ്കിൽ ഒരുമിച്ച് നിർത്തി ഒരു ഫോട്ടോ ഇടണമെന്ന് വിചാരിച്ചാ. അല്ല, നമ്മുടെ RT ഓഫീസ് ഏറ്റവും മികച്ച ഓഫീസാ. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്, നമുക്ക് സന്തോഷം. നിങ്ങളെ കാണാൻ കിട്ടുന്നില്ല, ഓഫീസിലൊന്നും നിങ്ങളെ കാണുന്നില്ല. നിങ്ങളെല്ലാം അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, കാണുന്നുണ്ട്. കാരണം ഏത് സമയത്തും നമ്മുടെ റോഡിലുണ്ട്. രാവിലെ തുടങ്ങിയ സാറേ ചെക്കിങ്. ഞാൻ അവിടെ അന്വേഷിച്ചു, തിരിച്ചു വരുന്ന വഴിയെല്ലാം നോക്കി, അവിടെ ഒന്നും കാണുന്നില്ല. അപ്പൊ സാധാരണ നമ്മുടെ ചെക്കിങ് നടക്കുന്ന ആ കോടതിയുടെ ഭാഗത്താണല്ലോ. അത് ഈ നമ്മുടെ ഇവിടെ നോക്കാം, ഇവിടെ പുറത്തുനിന്നുള്ള പിള്ളേരൊക്കെ വന്ന് പഠിക്കുന്ന ഈ ഒരു വണ്ടി ഞങ്ങൾ പിടിച്ചിരിക്കുന്നതിന് ഒരു രേഖകളും ഇല്ല. അത് നിർത്താതെ പോകുന്നത്. അതാണ് ഞങ്ങൾ ഈ വീഡിയോ വെച്ച് ഷൂട്ട് ചെയ്തോണ്ട് പിടിക്കുകയാണ്, അവരുടെ നമ്പറും കൂടെ കിട്ടാനായിട്ട്. അത് ശരി. പിന്നെ വേറെ എത്ര വാഹനം പരിശോധിച്ചു? 32 വാഹനം പരിശോധിച്ചു. അതിലൊരു 10-11 കേസോളം. തണുപ്പത്തൊട്ട് 4 പേരേ ഉള്ളോ? 4 പേരാ. അതെ, ഞാനത് ശ്രദ്ധിച്ചു. നിങ്ങൾ എന്താ അവിടെ നിൽക്കുന്നേ? ഹലോ, നിങ്ങൾ എന്താ മക്കളെ ഇതാഞ്ഞു വന്നേ? എന്താ അവിടെ നിൽക്കുന്നത്? തഞ്ഞിട്ട് വന്നേ? ഇവരെല്ലാം ഞങ്ങളുടെ നാട്ടുകാരാ സാറേ. അതെ, ഇവരെല്ലാം സാർ, ഇവര് സ്വന്തമായിട്ട് ഫ്ലെക്സ് വെച്ചിട്ട് വൈറലായ കുട്ടികളാണ്. A+ കിട്ടിയിട്ട് ആരും ഫ്ലെക്സ് വെച്ചില്ല, അവർ സ്വന്തമായിട്ട് ഫ്ലെക്സ് വെച്ചിട്ട് വൈറസ് ആയി. അഭിമന്യു, ആദിഷ്, നമ്മളെ കാണാനായിട്ട് ഇറങ്ങിയതാ അവര്. അപ്പൊ അങ്ങനെ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് പോയൊരു അത് ശരി. അത് ഇവരാണ് ഞങ്ങളുടെ നാട്ടുകാരാ സാർ, കൊയ്പ്പള്ളിമണക്കാരാണ്. അവിടെ ബോർഡർ ആണല്ലേ? ഇവർക്ക് ഒരുപാട് അഭിനന്ദനം കിട്ടിക്കൊണ്ടിരിക്കും. ഇന്നലെ ഒരു സമ്മേളനത്തിൽ ഇവരെ അഭിനന്ദിച്ചു. ഞാൻ ഇടയ്ക്ക് എപ്പോഴും ഞാനിതൊന്ന് ഞാൻ ഫുള്ള് കണ്ടില്ല. ഇങ്ങനെ എന്താ ചായക്കടയിലോട്ട് പോയി സ്വന്തമായി ബോർഡ് വെച്ച് സ്വന്തമായിട്ട് ഫ്ലെക്സ് വെച്ച് വൈറലായി. ഫുൾ A+ ഇല്ല സാറേ, അവർക്ക് 9 A+ പോലെ താഴോട്ടാണ്. അപ്പൊ ഇവരെ ആ ബോർഡൊന്നും ആരും വെക്കത്തില്ല. ഇത് അനുഭവം ഞാനുണ്ട്. അത് ശരി. 9 A+. ഒരേ A+ കുറഞ്ഞു പോയോണ്ടാവും. ആദരിക്കുന്നു, അവിടെ ആദരിക്കുന്നു, ഫ്ലെക്സ് വെക്കുന്നു. അവൻ ഭയങ്കരമായിട്ട് ഡെസ്പായി. അവസാനം ഞാൻ മനോജ് സാറിട്ട് പറഞ്ഞു, മനോജ് സാർ മീറ്റിംഗിൽ വെച്ചിട്ട് അവനൊരു ഫ്ലെക്സ് കൊടുത്തു. അങ്ങനെയൊന്നുമില്ല കേട്ടോ. A+ കിട്ടുക എന്നുള്ള കാര്യം തന്നെയാണ്. എല്ലാ വിഷയത്തിനും A+ കിട്ടുക, എല്ലാ വിഷയത്തിനും A+ കിട്ടിയവരൊന്നും അല്ല ഭാവിയിൽ വലിയ ഇതൊക്കെ ആയിട്ടുള്ളത്. ഇപ്പം 14-ാം വയസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു എന്നൊരു ചോദ്യം കേട്ടില്ലേ സൂര്യവംശി? അപ്പൊ 14-ാം വയസ്സിൽ എന്തായിരുന്നു അല്ലേ? അത് ചർച്ച ചെയ്തല്ലേ? അങ്ങനെയൊന്നുമില്ല, A+ മേടിക്കണം. എത്ര A+ ഒന്നും അല്ല, ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളതാണ്. ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് സാർ അവിടെ. ഒരാൾക്ക് എന്തോ കരോള് നടത്തി, ഇതെല്ലാം വായിച്ചിട്ടുണ്ട്. ആരാണെന്നുള്ള കാര്യം അറിയില്ല. ആരായിരുന്നു? അതാരായിരുന്നു? അങ്ങനെയല്ല, ആർക്ക് വേണ്ടിയായിരുന്നു? എന്ത് പറ്റിയതാ? മജ്ജമാറ്റിൽ ശസ്ത്രക്രിയക്ക് വേണ്ടിയിട്ട് അവര് സാമൂഹ്യ സേവനം മനസ്സിലുണ്ട് അല്ലെ, ഹൃദയത്തിലുണ്ടല്ലേ ഇവർക്ക്. ഇവര് വ്യത്യസ്തമാണ്. കാരണം നമ്മുടെ ഒരു പരിപാടിക്കകത്ത് ഇവരൊന്ന് ആദരിക്കണ്ടേ?
നമുക്ക് ചെയ്യാം. MLA യുടെ ഒരു പരിപാടിക്കകത്ത് നമുക്ക് ഇവരെ അല്ലേ അത് എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ നമുക്ക്. +2 സാറേ ഉന്നത വിജയം നേടുമെന്ന് വാക്ക് തന്നേക്കുക. അതെ അതെ അല്ല ഇവര് വിജയിക്കും ഉറപ്പല്ലേ. കാരണം ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഒരാളെ സഹായിക്കണം എന്നുള്ളത് തോന്നലുണ്ടാകാം. പിന്നെ ഒരു 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 പ്രത്യേകമായ ചിന്തയല്ലേ വെക്കുന്നത്. A+, 7A+ ആയാലും 8A+ ആയാലും 9A+ A+, തന്നെയാണ് അവർ വിജയിച്ചവരാണ്. അങ്ങനൊന്നും മാനസികമായി ഇതൊന്നും കൊണ്ടോ കേട്ടോ. അങ്ങനെ സാറിനെ പരിചയപ്പെട്ടു, അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം കേട്ടോ. കേട്ടോ അല്ല നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കരമായിരുന്നു കേട്ടോ. ആറ്റിറ്റ്യൂഡ് എന്നെ പോലുള്ളവർക്കും നല്ലതാണ്. ഒരു പിതാവെന്നുള്ള നിലയിലല്ലേ കിട്ടാത്ത പിതാക്കന്മാർക്കും ഭയങ്കര ഇതല്ലേ, ഒരു ഇൻസ്പിറേഷൻ അല്ലേ നിങ്ങൾ തന്നത്. അതിപ്പോ പറഞ്ഞു എന്നോട് പറഞ്ഞു. ഇവരിപ്പോ അതിനുശേഷം ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഇവരുടെ കൂട്ടത്തിൽ കൂട്ടണം. വെള്ളം കുടിച്ചോ? ഇല്ലേ വാ നമുക്കൊരു ഷാർജ ഒക്കെ കുടിക്കാം. അപ്പം എന്റെ വക ഒരു ഷാർജാന്ന് കുടിക്കുന്നത് അതോ എന്താ ഭക്ഷണം കഴിക്കുന്ന ഷാർജ കുടിക്കാം. ഇവര് നമുക്ക് നിങ്ങൾ കൂടെ നമുക്ക് അവിടെ നിന്ന് ഒരു ഷാർജ കുടിക്കാം. നമുക്ക് ASM ഒരു ഷാർജയൊക്കെ കുടിച്ചിട്ട് നമുക്ക് പിരിയാം. അല്ല അല്ലേ ശരി. വിജയത്തിനൊരു എന്റെ വക ഇരിക്കട്ടെ അല്ലേ. ഒരു സന്തോഷം അല്ലേ സാറേ? ഒരു സന്തോഷം. ചെറിയ സമ്മാനമൊക്കെ ഇവർക്ക് കൊടുക്കും. ചെറിയൊരു സമ്മാനം പ്രോത്സാഹനത്തിന്. ഈ മാവേലിക്കരയിലെ മോട്ടോർ വാഹന വകുപ്പ് ഒരു വ്യത്യസ്തമായ ചിന്തയുള്ളവരാണ് അല്ലെ. എല്ലാവരും അങ്ങനെയുള്ള മനസ്സുള്ളവരാണെന്ന് തോന്നുന്നു. അതേപോലെ ഒരു ടീമുണ്ടല്ലോ, മനോജ് സാറിനോടൊപ്പം നിൽക്കാൻ ഒരു ടീം അല്ലേ. ഇങ്ങനെ വേണം കേട്ടോ. ഉണ്ടല്ലോ ഒരു പേപ്പർ അങ്ങോട്ട് പോയാൽ എങ്ങനെ അത് നടപ്പിലാക്കാതിരിക്കുക എന്നുള്ള നിലയിലേക്ക് ചിന്തിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. അതിന് വ്യത്യസ്തമായി നിങ്ങൾ നിൽക്കുന്നു. അങ്ങനെ വേണ്ടേ നിയമങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയുള്ള. നമുക്ക് ഇവരോടൊപ്പം നിന്നൊരു ഫോട്ടോ എടുക്കണ്ടേ? MLA-യോടൊപ്പം നിന്ന് ഇവര് അല്ല എനിക്ക് അഭിമാനം ഇവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാം. അല്ല ഇപ്പോഴേ ഒരു എന്താ 2 മില്യണോ 3 മില്യൺ അത്രേ നിങ്ങളുടെ ഒരു മാനസിക അവസ്ഥ എന്താ ഇതിങ്ങനെ ഒരു വൈറലായതിന്റെ ഭാഗമായി? സന്തോഷം. പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ലേ? മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ണിൽ അപ്പൊ എല്ലാം പെടുന്നുണ്ടെന്ന് നിങ്ങൾ കണ്ടോണം കേട്ടോ. വാഹനം മാത്രമല്ല എല്ലാ കാര്യങ്ങളും അവർ നിരീക്ഷിക്കുന്നുണ്ട്. ലൈസൻസ് ഒക്കെ എടുത്താ? 18 ആയി. ഒരു 10ാം ക്ലാസ് ആയതേ ഉള്ളൂ. മനോജ് സാറിന് പ്രത്യേക ശിക്ഷയൊക്കെ ഉണ്ട് മോട്ടോർ വാഹന വകുപ്പിന്. ഇവിടെ കണ്ടില്ലേ കയ്യും തലയൊക്കെ വെളിയിലിട്ടോ വണ്ടി ഓടിച്ചവരെയൊക്കെ പ്രത്യേകമായ ശിക്ഷയാണ്. അപ്പൊ നമുക്കൊരു ഷാർജ കുടിക്കാം അല്ലേ? ഫോട്ടോ സൈസാറ് സൂചിച്ചു നമ്മളെ അങ്ങ് ഫ്ലെക്സ് കയറ്റി വെക്കല്ലേ കേട്ടോ. അപ്പോ +1 നന്നായി പഠിക്കണം. +2 നന്നായി പഠിക്കണം. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല മനസ്സുള്ളവരാണ് കേട്ടോ. ഈ മനസ്സ് കളയരുത്. കാരണം മറ്റുള്ളവരെ സഹായിക്കണമെന്നും സ്നേഹിക്കണമെന്നും എല്ലാവർക്കും തോന്നുന്ന ചിന്തയല്ല. അപ്പോൾ നിങ്ങൾക്ക് ആ നല്ല മനസ്സുണ്ട് കേട്ടോ. അപ്പം ഇനിയും മറ്റുള്ളവരെ കൊണ്ട് ഇതുപോലെ ഫ്ലെക്സ് വെപ്പിക്കാനുള്ള സംവിധാനം ചെയ്യിക്കണം കേട്ടോ. സന്തോഷമായേ? ശരി. അപ്പോൾ എന്തുണ്ടെങ്കിലും വിളിക്കണം കേട്ടോ. മോട്ടോർ വാഹന വകുപ്പിനെ വിളിക്കാം. അവർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അവരെയും വിളിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് വരണം കേട്ടോ. ഓക്കെ. വീട്ടിൽ എല്ലാവരോടും പറയണം. നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ.